നമ്മൾ ഈ മണിക്കൂറിലെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക് കടക്കുന്നു. നല്ല ചൂട് കാപ്പി തയ്യാറാണ്. ധനുമാസത്തിലെ കുളിരിനെ അകറ്റാൻ ചൂട് വാർത്തകളും തയ്യാറാണ്. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന സംഭവവികാസങ്ങൾ. ടോപ്പ് 10 ഹെഡ്ലൈൻസ്. കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിലെ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ച് സംയുക്ത പരിശോധനാ റിപ്പോർട്ട്. താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് ആവശ്യമായ ബലമുണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തൽ. VIP സ്റ്റേജിന് സമീപം ആംബുലൻസ് ഇല്ലാതിരുന്നതിനാൽ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകിയെന്നും റിപ്പോർട്ടിൽ. ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനത്തിന്റെ ഞെട്ടലിൽ കുടുംബം. നിയമസാധ്യതകളെല്ലാം പരിശോധിക്കുമെന്ന് സഹായ സമിതി. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ കാണാൻ നീക്കം. പുതുവർഷത്തെ വരവേൽക്കാൻ ലോകം. 2025 ആദ്യം പിറക്കുക കിരീബാത്തി ദ്വീപുകളിൽ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 സംസ്ഥാനത്തും പുതുവത്സരാഘോഷങ്ങൾ. കർശന സുരക്ഷയുമായി പോലീസ്. ആഘോഷങ്ങൾക്ക് ലഹരി എത്താതിരിക്കാൻ പഴുതടച്ച എക്സൈസ്. ഫോർട്ട് കൊച്ചിയിൽ നിയന്ത്രണങ്ങൾ. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതം. NM വിജയന്റെ ഫോണും പണമിടപാടുകളും പരിശോധിച്ച് പോലീസ്. ജോലിക്ക് കോഴ ആരോപണത്തിൽ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കി CPIM. പ്രതിഷേധവുമായി BJP. MLA ഓഫീസിലേക്ക് മാർച്ച്. ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിരോധത്തിലായി നിതീഷ് കുമാർ സർക്കാർ. തെരുവിൽ പ്രതിഷേധിക്കാൻ ഉദ്യോഗാർത്ഥികൾ. വീണ്ടും പരീക്ഷ നടത്തണമെന്ന ആവശ്യം. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ. ചോദ്യപേപ്പർ ചോർന്നില്ലെന്ന നിലപാടിൽ ഉറച്ച ബീഹാർ PSC. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിന് നിർണായകം. CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. അന്വേഷണവുമായി സഹകരിക്കാതെ യൂട്യൂബ് ചാനലിലെ അധ്യാപകരും. വീഡിയോ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് അന്വേഷണ സംഘം. അടിയന്തര പരോൾ ലഭിക്കാൻ ഉത്രാവധക്കേസ് പ്രതി സൂരജ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിൽ അന്വേഷണം. സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെയും സൂരജിന്റെ അമ്മയെയും ചോദ്യം ചെയ്യും. ഗുരുതര രോഗമെന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ച് ആരോപണ വിധേയനായ ഡോക്ടർ. വ്യാജരേഖ തയ്യാറാക്കാൻ കൂട്ടുനിന്നവരെയും കേസിൽ പ്രതി ചേർക്കുമെന്ന് പോലീസ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുക്കങ്ങൾ. സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് ഇന്ന് കാസർഗോട്ട് നിന്ന് തുടക്കം. പ്രയാണം കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിൽ നിന്ന് രാവിലെ 8:30. കലോത്സവം ശനിയാഴ്ച മുതൽ തിരുവനന്തപുരത്ത്. മാറ്റുരയ്ക്കുന്നത് 16,000 വിദ്യാർത്ഥികൾ. സമഗ്ര കവറേജ് റിപ്പോർട്ടറിൽ. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം തുടർന്ന് കർഷകർ. ജഗ്ജിത് ദല്ലേവാളിന്റെ നിരാഹാര സമരം 36ാം നാൾ. കർഷക സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്ന് സുപ്രീം കോടതിയിൽ. പഞ്ചാബ് സർക്കാർ കോടതിയിൽ നിലപാടറിയിക്കും. സന്തോഷ് ട്രോഫി കിരീടത്തിൽ മുത്തമിടാൻ കേരളം. ഫൈനലിൽ ഇന്ന് ബംഗാളിനെ നേരിടും. ഇന്ത്യൻ ഫുട്ബോളിലെ എൽ ക്ലാസിക്കോ പോരാട്ടം രാത്രി 7:30 ഹൈദരാബാദിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഡിസംബർ മാസം 31-ാം തീയതി, ധനുമാസം 16, ട്യൂസ്ഡേ, സൂപ്പർ ട്യൂസ്ഡേ. പുതുവത്സരാഘോഷത്തിനൊരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭവർഷം നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. നമുക്ക് ആദ്യം ഉമാ തോമസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഒന്ന് സേഫ് ന്യൂസിയോട് ചോദിച്ച് ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കാം. മാത്രവുമല്ല, സേഫ് ന്യൂസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLA വീണു പരിക്കേറ്റതിൽ വേദിയിലെ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംയുക്ത റിപ്പോർട്ട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് ആവശ്യമായ ബലമുണ്ടായിരുന്നില്ലെന്നും സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതരമായ പിഴവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ, ആംബുലൻസ് അടക്കം നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല എന്നുമാണ് കണ്ടെത്തൽ. പോലീസും അഗ്നിരക്ഷാ സേനയും പൊതുമരാമത്ത് വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയത്. നമുക്കൊപ്പം സേഫ് ന്യൂസ് അലിയാർ ചേരുന്നു. സേഫ് ന്യൂസ് അലിയാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നതാണ് ഈ മണിക്കൂറിലും നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നൊരു വാർത്ത. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം, അതീവ ഗുരുതരം എന്ന അവസ്ഥയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ
ഗുരുതരമായ വീഴ്ചയാണ് സംഘാടകർക്ക് സംഭവിച്ചിരിക്കുന്നതായുള്ള കണ്ടെത്തൽ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സേഫ് ന്യൂസ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആദ്യം ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് പറയാം. ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. പക്ഷേ അതീവ ഗുരുതരം എന്ന നിലയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് ഇന്ന് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇതുവരെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഈ ശ്വാസകോശത്തിലെ അണുബാധ നീക്കുവാനുള്ള ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നുണ്ട്. രക്തം ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് നീക്കം ചെയ്യണം. ഒപ്പം തന്നെ ഈ റിബ്സിൽ നിന്ന് പരിക്കേറ്റ ആ രീതിയിൽ അവിടെ രക്തം പൊടിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ചികിത്സ നൽകുന്നുണ്ട്. തലച്ചോറിന്റെ അടിയേറ്റാണ് ശക്തമായ അടിയേറ്റിട്ടുണ്ടെങ്കിൽ പോലും ആ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസമാണ്. ഇനി നമുക്ക് ഈ വെന്റിലേറ്ററിന്റെ സഹായം മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയും ഇന്നത്തെ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ഡോക്ടർമാർ ചിന്തിച്ചേക്കും. അത്തരം ചർച്ചകൾ നടന്ന് ഒരു അനുകൂലമായ രീതിയിലാണ് ഈ ശരീരം പ്രതികരിക്കുന്നത്, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് ആകുന്നുണ്ട് എങ്കിൽ വെന്റിലേറ്റർ സഹായം മാറ്റാനുള്ള ആലോചനയും ഡോക്ടർമാർ നടത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഗുരുതര നിലയിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. MLA റിക്കവറി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി ഡോക്ടർമാരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ആശങ്ക. അതായത് അതീവ ഗുരുതര എന്നുള്ള ഒരു അവസ്ഥ കഴിഞ്ഞെങ്കിൽ പോലും ഇനിയുള്ള റിക്കവറി ഘട്ടം എത്രത്തോളം സാധാരണ ഒരു പഴയതുപോലെ നോർമൽ ലൈഫിലേക്ക് എത്ര നാൾ എടുക്കും എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഡോക്ടർമാർക്കുള്ളത്. എന്തായാലും മെഡിക്കൽ ബോർഡിൽ അക്കാര്യത്തിൽ ഒരു ആലോചനയും ചർച്ചകളും ഇന്ന് നടക്കും. മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയും ചെയ്യാം. മറ്റൊരു കാര്യം, ഇന്നലെ ഈ കലൂർ സ്റ്റേഡിയത്തിൽ അപകടമുണ്ടായ സ്റ്റേജ് പരിസരത്ത് സംയുക്ത പരിശോധന നടന്നിരുന്നു. പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ PWDയുമാണ് ഈ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഇവരുടെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അവർ പരിശോധനാ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ സ്റ്റേജിന് വേണ്ടത്ര സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സംഘാടകർക്ക് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നും പരിശോധനാ റിപ്പോർട്ടിനുണ്ട്. ഈ സ്റ്റേജിന്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ സ്റ്റേജിന് ബലമുണ്ടായിരുന്നില്ല. ഒരു 10 ആളോ 15 ആളോ കയറി നിൽക്കുമ്പോൾ പോലും ഈ സ്റ്റേജ് താഴേക്ക് നിൽക്കുന്ന രീതിയിൽ കയറുകൊണ്ട് കെട്ടിവെച്ച ഒരു സ്റ്റേജായിരുന്നു. തൊട്ട് താഴെയുള്ള സ്റ്റേഡിയത്തിലെ ചെയറുകൾക്ക് മുകളിൽ കെട്ടിവെച്ചതാണ്. ആ കമ്പികളുടെ താഴെ വെച്ചിരുന്നത് കോൺക്രീറ്റ് കട്ടകളാണ്. ഈ കോൺക്രീറ്റ് കട്ടകൾക്ക് മുകളിലാണ് ഇത്രയും ഒരു സ്റ്റേജ് ഇത്രയും പേർക്ക് ഇരിക്കാനായി, അതായത് 2 റോയിലായി മന്ത്രി അടക്കമുള്ളവർക്കും കമ്മീഷണർക്കും ADGPക്കും MLAക്കും MPക്കും ഒക്കെ ഇരിക്കാനുള്ള സ്റ്റേജ് ഉണ്ടാക്കിയത്. ആ സ്റ്റേജിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട്. നിർമ്മാണം ചട്ടങ്ങൾ പാലിച്ചല്ല, അനുമതി തേടിയല്ല, PWDയുടെ അനുമതി മേടിച്ചിട്ടില്ല, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി മേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഗുരുതര വീഴ്ച സംഘാടകർക്ക് ഉണ്ടായി. മറ്റൊരു കാര്യം, ഈ വേദിക്ക് സമീപം, അതായത് VVIPകൾ ഇരിക്കുന്ന വേദിക്ക് സമീപം ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. ആംബുലൻസ് ഉണ്ടായിരുന്നത് സ്റ്റേഡിയത്തിന്റെ മറുഭാഗത്തായിരുന്നു. ആ ആംബുലൻസിന് മുമ്പിലാണെങ്കിൽ ദിവ്യൗണ്ണിയുടെ ക്യാരവൻ കിടക്കുകയായിരുന്നു. ഈ ആംബുലൻസിന് അവിടെ നിന്ന് ചലിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഈ ഗ്രൗണ്ടിന് ചുറ്റും ഈ 12,000 കുട്ടികൾ ഈ നൃത്ത പ്രകടനം നടത്തുമ്പോൾ ഈ MLA വീണെങ്കിൽ പോലും ആംബുലൻസ് അവിടെ നിന്ന് എത്തിച്ച് MLAയുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിരുന്നില്ല. അതേ തുടർന്ന് ഈ തൊട്ടടുത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന വളണ്ടിയർമാരും ചേർന്നാണ് ഉമാ തോമസിനെ 2 നില മുകളിലേക്ക് കയറ്റി താഴേക്ക് ഇറക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ആംബുലൻസിലേക്ക് കയറ്റിയത്. അപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത്, തലയ്ക്കടിയേറ്റ ഉമാ തോമസ് തല താഴ്ന്ന് ആംബുലൻസിലേക്ക് കയറ്റേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ ശ്വാസകോശത്തിലടക്കം ഈ രക്തം കയറിയതെന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്തായാലും പരിചയം സിദ്ധിച്ച ഒരു വളണ്ടിയർമാരുടെയോ അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടീമിൻ്റെയോ സഹായം ഈ VVIP വേദിക്ക് അടികെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പോലീസുകാരുടെ പോലും സഹായമില്ലാതെയാണ് ആംബുലൻസിലേക്ക് ഈ ഉമാ തോമസ് MLA ഗുരുതര പരിക്കുകളോടെ കയറ്റുകയും റിനെ മെഡിസിറ്റിയിൽ എത്തിക്കുകയും ചെയ്തത്. അവിടെ എത്തിയ ഒരു 15 മിനിറ്റിന് ശേഷമാണ് പോലീസ് പോലും അവിടേക്ക് എത്തുന്നത്. അതായത് ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകളാണ് ഉമാ തോമസിനെ ഈ ആംബുലൻസിലേക്ക് കയറ്റിയത്. കൃത്യമായ വൈദ്യസഹായവും ഇല്ലെങ്കിൽ ആ പരിചയം സിദ്ധിച്ച മെഡിക്കൽ ടീമോ ഈ VVIP വേദിക്കരികിൽ ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പരിശോധനാ റിപ്പോർട്ടാണ് ഫയർഫോഴ്സും ഒപ്പം തന്നെ PWDയും പോലീസും നൽകുന്നത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്.